എക്സസൈസ് 1.1 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക എന്നുള്ള ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3825 ആണ്. ഓക്കെ, നമുക്ക് അത് എന്താക്കി എഴുതണം? പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രൈം ഫാക്ടറിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 3825 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു അല്ലേ? ആദ്യത്തെ പ്രൈം നമ്പർ നമ്മൾ ചെക്ക് ചെയ്യണം, ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. പക്ഷെ 2 ഈ നമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എൻഡ് ഡിജിറ്റ് എന്തല്ല, ഈവൺ അല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രൈം നമ്പറിലേക്ക് പോകണം അല്ലേ. അടുത്ത പ്രൈം നമ്പർ 2 കഴിഞ്ഞാൽ 3 ആണ്. 3 നമുക്ക് എങ്ങനെയാ ഈ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അത് നമ്മൾ ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. 8 + 2 10 ആണ്. 15 18 ആണ്. 18 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാ ചെയ്യാന്ന് ഞാനൊന്ന് ഇവിടെ കാണിച്ചു തരാം. നമുക്ക് 1 3s are 3 അല്ലേ. ഇവിടെ 8ൽ 2 3s are 6, റിമൈൻഡർ 2 ആണ്. അപ്പോൾ 22ൽ 7 3s are 21 ആണ്. ബാക്കി 1 വരും. 15ൽ 5 3s are 15. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ 1275 ആണ്. അഗൈൻ നമ്മൾ നോക്കണം നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ. 3 കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 7 + 3 10 15. അഗൈൻ ഇത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ഒരു നമ്പർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 4 ആണ് അല്ലേ. 12ൽ 4 3s are 12. 7ൽ 2 3s are 6 ആണ്. ബാക്കി വരുന്നത് 1 ആണ്. 15ൽ 5 3s are അല്ലേ. 5 3s are 15. ഓക്കെ, ഇനി അഗൈൻ നമുക്ക് നോക്കണം 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ. ഡിജിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് 4 + 2 6 ആണ്. 6 + 5 11 ആണ് അല്ലേ. 11 എന്ന നമ്പർ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റൂല? 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അടുത്ത പ്രൈം നമ്പറിലേക്ക് പോകണം അല്ലേ. അടുത്ത 3 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 5 ആണ് അല്ലേ. 5 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഏത് നമ്പറും 5 കൊണ്ടോ അല്ലെങ്കിൽ 0 കൊണ്ടോ എൻഡ് ചെയ്യാണ് അതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഇനി പോകേണ്ട നമ്പർ ഏതാണ്? 5 ആണ്. കാരണം ഇവിടെ എൻഡ് ചെയ്തേക്കുന്ന ഡിജിറ്റ് ഏതാണ്? 5 ആണ് അല്ലേ. അപ്പോൾ 5 നമ്മൾ ചെയ്യുന്ന സമയത്ത് 4ൽ നമുക്ക് 5 പോകില്ല. അതുകൊണ്ട് 42 എടുക്കണം. 42ൽ എത്ര 5s ആണ്? 8 5s ആണ് അല്ലേ. 8 5s are 40 ആണ്. ബാക്കി റിമൈൻഡർ വരുന്നത് 2 ആണ് അല്ലേ. 2 5 25 ആവും. 25ൽ നമുക്ക് എത്ര 5s ആണ്? 5 5s are 25. ഓക്കെ, അഗെയിൻ ഇതൊരു 5ന്റെ മൾട്ടിപ്ലാ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഗെയിൻ നമുക്ക് 5 കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 8ൽ 1 5s are 5s. ബാക്കി റിമൈൻഡർ വരുന്നത് 3യും 5 കൂടെ നമുക്ക് 35 കിട്ടും. 35ൽ 7 5s are 35. എടാ, ഇനി കിട്ടിയ നമ്പർ ഒന്ന് നോക്ക്. എന്താ ഈ നമ്പറിന്റെ പ്രത്യേകത? ഇത് ഒരു പ്രൈം നമ്പറാണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ നമ്പറിനെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് 17 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 3825നെ നമ്മൾ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത്? 3 2 ടൈംസ് വന്നതുകൊണ്ട് നമുക്ക് 3 × 2 എന്ന് എഴുതാം. 5 2 ടൈംസ് വന്നതുകൊണ്ട് നമുക്ക് 5 × 2 എന്ന് എഴുതാം. പിന്നെ 17. ഓക്കെ.